മുഖ്യമന്ത്രി ആരെന്നതിൽ നാളെ തീരുമാനമെന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടവേ കെ മുരളീധരൻ പറഞ്ഞു. ഘടകകക്ഷികളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമെന്നും എല്ലാ കാര്യങ്ങളും സംസാരിക്കാനായാണ് ഡൽഹിയിലേക്ക് പോകുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. ചെല്ലട്ടെ, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയട്ടെ. ഇന്നാ നാളെ ആയിട്ടുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇല്ല, അവരൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ അറിവ്. ശരി, എന്തായാലും തീരുമാനം നാളെ ഉണ്ടാവും. വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രനാണ് ചേരുന്നത്. സനിസ, ഇതിപ്പോൾ നാളെ നീളെ എന്നുള്ള തരത്തിലേക്കാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം പോകുന്നുള്ളത്. എന്തായാലും നാളെ ഉണ്ടാകും എന്നൊരു വിവരം ഇന്നും കൂടി കെ മുരളീധരൻ പറയുകയാണ്. എന്താണ് നാളെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടോ? ലിനിഷ, മുഖ്യമന്ത്രി ആരെ എന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടി, മൂന്നിൽ ആരെ എന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ KPCCയിൽ വെച്ച് നിയുക്ത MLA-മാരുടെ അഭിപ്രായം നിരീക്ഷക സമിതി നോക്കിയിരുന്നു. അതിനുശേഷം ഡൽഹിയിൽ വെച്ച് നടന്ന ഖാർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന മീറ്റിംഗിലും ഒരു തീരുമാനമായില്ല. ഇതിനെ തുടർന്നാണ് അടിയന്തരമായി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കെ മുരളീധരൻ, VN സുധീരൻ, കെ സുധാകരൻ, തിരുവഞ്ചൂർ തുടങ്ങിയ നേതാക്കളെയാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഘടകകക്ഷികളുമായിട്ട് ഇത് മുന്നേ തന്നെ ചർച്ച ചെയ്തതാണ്. നിരീക്ഷക സമിതിയുടെ നേതൃത്വത്തിൽ ഘടകകക്ഷികളോട് മുന്നേ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ ഘടകകക്ഷികളെ ഫോണിൽ വിളിച്ച് ഒന്നുകൂടി അഭിപ്രായം ആരായുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് ഇതുവരെ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കെ മുരളീധരന്റെ ഒരു പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെയോടെ തന്നെ മുഖ്യമന്ത്രി ആരെ എന്നത് വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം രാവിലെ ഡൽഹിയിലേക്ക് പോകുന്ന വഴി എയർപോർട്ടിൽ നിന്നും നടത്തിയത്. കൂടാതെ തന്നെ ഘടകകക്ഷികളെ ഫോണിൽ വിളിച്ചും സംസാരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം ലഭിക്കും, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും വഴി പ്രതികരിച്ചത്. ലിനിഷ, ശരി, നാളെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്.